വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 2 കൂടുതൽ സിനിമ ഇറങ്ങിയ ദിവസമായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യം കാണാൻ ചൂസ് ചെയ്തത്. 8:15 ഷോയാണ് കണ്ടത്. വിനീത് ശ്രീനിവാസൻ്റെ സിനിമ എന്നത് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യം കാണാനായിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയാനുള്ളത്. തീർച്ചയായിട്ടും വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു ഫോർമാറ്റിൽ വരുന്ന സിനിമ തന്നെയാണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയും. ഹൃദയത്തിൻ്റെ അതേ ടീം കുറച്ച് അഡീഷനും കാര്യങ്ങളൊക്കെ വന്നു എന്നല്ലാതെ കഥയിൽ വലിയൊരു മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഥയിലേക്ക് കടക്കുമ്പോഴും 2 കൂട്ടുകാർ സിനിമ എന്ന് പറയുന്ന ഒരു മോഹവുമായിട്ട് ചെന്നൈയിലേക്ക്, അന്നത്തെ കാലത്തെ മദ്രാസിലേക്ക് വണ്ടി കയറുന്ന ഒരു സിറ്റുവേഷനാണ് ആദ്യം സിനിമയിൽ കാണിക്കുന്നത്. പിന്നീട് അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവരുടെ ജീവിത സിനിമ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതുമൊക്കെയാണ് സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആ കൂട്ടുകാർ തമ്മിലുള്ള ഇമോഷൻസ് നമ്മളിലേക്ക് കൺവേ ചെയ്യാനുമൊക്കെ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇമോഷൻ കണക്ഷൻ കുറച്ചൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ വിനീത് ശ്രീനിവാസന് അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പ്രേക്ഷകരെ 3 മണിക്കൂറുള്ളൊരു സിനിമയായിട്ടും പ്രേക്ഷകരെ എങ്ങനെ പിടിച്ചിരുത്തണമെന്ന് വിനീത് ശ്രീനിവാസന് അറിയാം എന്നുള്ള ഒരു തെളിവ് തന്നെയാണ് സിനിമ. നിവിൻ പോളിയുടെ ക്യാരക്ടർ 2ാം പകുതിയിലാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. നിവിൻ പോളി നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും നിതിൻ മോളി ആയിട്ടാണ് വരുന്നത്. പക്ഷേ പുള്ളി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു കോമഡി ട്രാക്കിലേക്ക് സിനിമ പോകുന്നുണ്ട്. ഇമോഷണൽ ട്രാക്കിലാണ് സിനിമ, മുഴുനീള സിനിമ ഇമോഷണൽ ട്രാക്കിലാണെങ്കിൽ പോലും കോമഡിയിലേക്കൊക്കെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിവിൻ പോളി വന്നതിന് ശേഷം. പിന്നീട് പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ നിവിൻ പോളി പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പ്രണവ് മോഹൻലാൽ അടിപൊളിയായിരുന്നു എന്ന് പറയാമെങ്കിലും ചില സിറ്റുവേഷനിൽ കുറച്ചൊക്കെ ഓവറായില്ലേ എന്ന് എനിക്ക് തോന്നി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ടൈം പെർഫോമൻസ് എടുത്താൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത്രയും ഡെപ്തുള്ള ഒരു സംഭവമൊന്നും പുള്ളി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പുള്ളിക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പാട്ടുകളും ഒരുപാടുണ്ട്, പക്ഷേ അതെല്ലാം നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട് തന്നെ. പാട്ട് വേറെ സിനിമ വേറെ നിൽക്കുന്നില്ല. സിനിമയിലുടനീളം പാട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ചില പാട്ടുകളൊക്കെ നമ്മളെ ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഹിഷാം അബ്ദുൽ വഹാബും പ്രൊഡ്യൂസറായിട്ടുള്ള വൈശാഖ് സുബ്രഹ്മണ്യമൊക്കെ ഫ്രെയിമിൽ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നുണ്ട്. അതുപോലെ ആസിഫ് അലിക്ക് ഒരു ഗസ്റ്റ് റോളുണ്ട്. ഇതെല്ലാം വന്നു പോകുന്നുണ്ട്. സിനിമ ഒരു ഫുൾ ഫൺ പാക്ക്ഡാണ്. ഇമോഷണൽ ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന, ത്രില്ലറല്ല, ഒരു ഇമോഷണൽ ട്രാക്കിലൂടെ പോകുന്ന സിനിമ. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് സിനിമ പറയുന്നതെങ്കിലും പുതുമയൊന്നുമില്ലെങ്കിലും അത് ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമ പിടിച്ചിരുന്നുണ്ട്. പിന്നെ പോരായ്മ പറയുകയാണെങ്കിൽ ഒന്നുകൂടെയൊക്കെ വെട്ടിക്കുറച്ച് ഒരു 2.5 മണിക്കൂർ സിനിമ നിർത്താമായിരുന്നു എന്നെനിക്ക് തോന്നി. അതുപോലെ തന്നെ ചില സീനുകളൊന്നും, ആവശ്യമില്ലാത്ത സീനുകളൊക്കെ അവിടെ ഇവിടെയുമൊക്കെ കുത്തിക്കയറ്റിയതുപോലെ തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയുമായിരുന്നെങ്കിൽ ഒരു ഫൈനൽ ഒരു ഔട്ട് നമുക്കൊരു 2.5 മണിക്കൂർ കിട്ടുമായിരുന്നു. ഒരു കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം കിട്ടുമായിരുന്നു എന്നെനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ തോന്നി. അപ്പോൾ അതൊഴിച്ച് നിർത്തിയാൽ ഫാമിലി പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ, കഥ പറയുന്ന സിനിമ എന്ന് വേണമെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ കാണാം. അപ്പം അങ്ങനെയുള്ള ഒരു ജോണറിൽ പെടുന്ന സിനിമയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.